ഓഗസ്റ്റ് ആദ്യവാരം ലോക മുലയൂട്ടൽ വാരാചരണമായി ആചരിക്കുകയാണല്ലോ. മുലയൂട്ടലിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ ഏറ്റവും പറ്റിയ സമയം ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. അതിനു മുമ്പ് ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കണേ. അതുപോലെ ഓരോ ക്ലാസ്സും നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. മുലയൂട്ടലിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണല്ലോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഒരു അമ്മയുടെ ഏറ്റവും ആദ്യത്തെ ചുമതല തൻ്റെ കുഞ്ഞിന് ആവശ്യത്തിന് മുലയൂട്ടുക എന്നുള്ളതാണ്. അതും ജനിച്ച് എത്ര വേഗം കുഞ്ഞിന് മുലയൂട്ടാൻ കഴിയുന്നുവോ അത്രയും വേഗം മുലയൂട്ടണം. ഏറ്റവും ചുരുങ്ങിയത് 1 മണിക്കൂറിനുള്ളിൽ കുഞ്ഞിനെ മുലയൂട്ടണം എന്നാണ് പറയാറുള്ളത്. ആ സമയത്ത് കുഞ്ഞിന് കിട്ടുന്ന അമ്മയുടെ മുലപ്പാൽ ആ കുഞ്ഞിനുള്ള ഏറ്റവും ആദ്യത്തെ വാക്സിനാണ്. പ്രസവിച്ച സ്ത്രീയിൽ ആദ്യം ഉൽപ്പാദിപ്പിക്കുന്ന മഞ്ഞ കളർ കലർന്ന കൊഴുത്ത ഒരു ദ്രവം, അതിനെ കൊളസ്ട്രം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കുഞ്ഞിന് ആവശ്യമായ രോഗപ്രതിരോധ ശേഷി ജനിച്ച ഉടനെ കുഞ്ഞിന് ലഭിക്കുന്നത് കൊളസ്ട്രത്തിൽ നിന്നാണ്. ഏതാണ്ട് 2-3 ദിവസം കൊണ്ട് മാത്രമേ ശരിയായ പാല് അമ്മയിൽ ഊർന്നു വരികയുള്ളൂ. ഒരു അമ്മയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പാല് അവർ പ്രസവിച്ച കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കും രോഗപ്രതിരോധ ശേഷിക്കും ആവശ്യമായ മുഴുവൻ ഘടകങ്ങളും അടങ്ങിയതായിരിക്കും. എന്നുവെച്ചാൽ ഒരു സ്ത്രീയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പാല് മറ്റൊരു സ്ത്രീ പ്രസവിച്ച കുഞ്ഞിനാണ് നൽകുന്നതെങ്കിൽ ആ കുഞ്ഞിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അതിൽ ഉൾക്കൊള്ളണമെന്നില്ല. എന്നുവെച്ചാൽ ഒരു സ്ത്രീയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പാല് അവർ പ്രസവിച്ച കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ ഘടകങ്ങളും ഉൾക്കൊള്ളുന്നത് ആയിരിക്കും എന്നർത്ഥം. പ്രസവിച്ചു കഴിഞ്ഞ് ഏറ്റവും ചുരുങ്ങിയത് 1 മണിക്കൂറിനുള്ളിൽ പാല് കൊടുക്കണം എന്ന് നമ്മൾ പറഞ്ഞു. പ്രസവിച്ച ഉടനെ കുഞ്ഞുങ്ങൾ മുഴുവൻ സമയവും ഉറക്കമായിരിക്കും. അതുകൊണ്ട് തന്നെ ഉണരുന്ന സമയത്തെല്ലാം കുഞ്ഞിനെ എടുത്ത് പാല് കൊടുക്കേണ്ടതാണ്. ചില സമയത്ത് പൂർണ്ണ വളർച്ചയെത്താതെ എന്നുവെച്ചാൽ മാസം തികയാതെ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ ബ്ലഡ് ഷുഗർ, അതായത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയുന്നതിനാൽ കുട്ടിക്ക് ഇടയ്ക്കിടെ പാല് കൊടുക്കണം. അങ്ങനെയുള്ളവർ കുഞ്ഞ് ഉറങ്ങുകയാണെങ്കിൽ കൂടി കുഞ്ഞിനെ ഏതാണ്ട് 2-3 മണിക്കൂർ ഇടവിട്ട് ഉണർത്തി പാല് കൊടുക്കണം. ഇനി നോർമൽ പ്രസവമായാലും സിസേറിയൻ ആയാലും 1 മണിക്കൂറിനുള്ളിൽ കുഞ്ഞിന് പാല് കൊടുക്കണമെന്നുള്ളത് നിർബന്ധമാണ്. ഇങ്ങനെ ചെയ്താൽ അമ്മയുടെ ഗർഭപാത്രം പെട്ടെന്ന് ചുരുങ്ങുകയും കുട്ടിക്ക് ബ്ലഡ് ഷുഗർ കുറയാതിരിക്കുകയും ചെയ്യും. ചില സ്ത്രീകളിൽ മുലപ്പാൽ കുറവായിരിക്കും. അവർ രാത്രി കാലങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ പ്രാവശ്യം പാല് കൊടുക്കണം. പാല് ഇല്ല എന്ന് പറഞ്ഞ് കൊടുക്കാതിരിക്കരുത്. പ്രസവിച്ച സ്ത്രീകളിൽ രാത്രി സമയത്ത് കൂടുതലായി ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ രാത്രി കൂടുതൽ പ്രാവശ്യം കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുത്തു കഴിഞ്ഞാൽ പാൽ ഉൽപ്പാദനം വർദ്ധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു തവണ കുഞ്ഞിന് പാല് കൊടുക്കുമ്പോൾ ചുരുങ്ങിയത് 10 മുതൽ 20 മിനിറ്റ് വരെ ഒരേ സൈഡിൽ നിന്ന് തന്നെ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കണം. കുഞ്ഞിന് പാല് കുടിക്കുന്നതിൻ്റെ ആദ്യത്തെ 5 മുതൽ 10 മിനിറ്റ് വരെ കുഞ്ഞിന് കിട്ടുന്ന പാല് കുഞ്ഞിന് ദാഹം തീർക്കാനുള്ള വെള്ളം മാത്രം അടങ്ങിയതാണ്. അതിൽ പോഷകാഹാരങ്ങൾ കുറവായിരിക്കും. എന്നാൽ 15 മുതൽ 20 മിനിറ്റ് വരെ കുഞ്ഞിന് കിട്ടുന്ന പാൽ പിൻപാൽ എന്നാണ് അറിയപ്പെടുന്നത്. ഈ പാല് കുടിച്ചെങ്കിൽ മാത്രമേ കുഞ്ഞിൻ്റെ വിശപ്പ് മാറുകയുള്ളൂ. ഈ പിൻപാലിലാണ് കുഞ്ഞിന് ആവശ്യമായ വിറ്റാമിൻ, പ്രോട്ടീൻ, അന്നജം, അതായത് കാർബോഹൈഡ്രേറ്റ് തുടങ്ങിയ ഘടകങ്ങളെല്ലാം അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു വട്ടം ഒരു സൈഡിൽ നിന്ന് പാല് കൊടുക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് 10 മുതൽ 20 മിനിറ്റ് വരെയെങ്കിലും തുടർച്ചയായി കുഞ്ഞിന് പാല് കൊടുക്കണം എന്ന് പറയുന്നത്. എത്ര വയസ്സ് വരെ കുഞ്ഞിന് പാല് കൊടുക്കണം എന്ന് ചിലർ ചോദിക്കാറുണ്ട്. 6 മാസം വരെ കുഞ്ഞിന് മുലപ്പാൽ മാത്രമേ കൊടുക്കാവൂ എന്നറിയാമല്ലോ. എന്നാൽ 6 മാസത്തിന് ശേഷം കുഞ്ഞിന് ദഹിക്കാൻ കഴിയുന്ന രീതിയിലുള്ള കുറുക്കുകളും മറ്റും കുഞ്ഞിന് കൊടുക്കുന്നതാണ്. അതോടൊപ്പം മുലപ്പാൽ കൂടി കുഞ്ഞിന് കൊടുക്കേണ്ടതാണ്. അതുപോലെ 2-3 വയസ്സ് വരെ അമ്മയുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ച് കുഞ്ഞിന് പാല് കൊടുക്കാവുന്നതാണ്. അങ്ങനെ കൂടുതൽ വർഷം പാല് കിട്ടുന്ന കുഞ്ഞാണെങ്കിൽ ആ കുഞ്ഞിൻ്റെയും അമ്മയുടെയും ആരോഗ്യത്തെ അത് നന്നായിട്ട് സ്വാധീനിക്കുന്നതായിരിക്കും. കുഞ്ഞിന് പാല് കൊടുക്കുമ്പോൾ അമ്മമാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയാം. അമ്മ സുഖമായി ഇരുന്ന് മാത്രമേ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാവൂ. കസേരയിലോ ബെഡിലോ ചാരി ഇരുന്ന് വേണം കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാൻ.
അതുപോലെ മുന്നോട്ട് ചാഞ്ഞിരുന്നോ പെട്ടെന്ന് ഇത്തിരി സമയം എവിടെയെങ്കിലും ഇരുന്നോ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കരുത്. അമ്മ സുഖമായി ഇരുന്നെങ്കിൽ മാത്രമേ കുഞ്ഞിന് സുഖമായി പാല് വലിച്ചു കുടിക്കാൻ പറ്റുകയുള്ളൂ. അതുപോലെ ഏത് സൈഡിൽ ആണോ കുഞ്ഞിൽ നിന്ന് പാല് ഫീഡ് ചെയ്യുന്നത് ആ സൈഡിൽ കയ്യിൽ കുഞ്ഞിനെ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്ത് പിടിക്കണം. കുട്ടിയുടെ തലയും കുട്ടിയുടെ ശരീരവും ഒരേ ലൈനിൽ വരുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്ത് പിടിക്കണം. കുഞ്ഞിൻ്റെ വയറ് അമ്മയുടെ വയറിൽ തട്ടുന്ന വിധത്തിൽ കുട്ടിയെ അമ്മയോട് ചേർത്ത് പിടിക്കണം. അതുപോലെ കുഞ്ഞിൻ്റെ താടി അമ്മയുടെ ബ്രസ്റ്റിൽ തട്ടുന്നുണ്ട് എന്ന് പാല് കുടിക്കുമ്പോൾ ഉറപ്പുവരുത്തണം. അതുപോലെ കുഞ്ഞ് പാല് വലിച്ചു കുടിക്കുമ്പോൾ കുട്ടിയുടെ വായ് ഇത്തിരി തുറന്ന് മുലക്കണ്ണ് മാത്രം വായിൽ അകപ്പെടുന്ന രീതിയിൽ പാല് കൊടുക്കാൻ പാടില്ല. കുട്ടിയുടെ വായ നന്നായി തുറന്ന് അതിലേക്ക് മുലക്കണ്ണും അതിന് ചുറ്റുമുള്ള ബ്ലാക്ക് പ്ലാറ്റ്ഫോമും കൂടി കുഞ്ഞിൻ്റെ വായിലേക്ക് കടത്തിയിട്ട് വേണം കുഞ്ഞിന് പാല് കൊടുക്കാൻ. പ്ലാറ്റ്ഫോം ഉൾപ്പെടെ കുഞ്ഞിൻ്റെ വായിലേക്ക് വന്നെങ്കിൽ മാത്രമേ കുഞ്ഞിന് നന്നായി പാല് വലിച്ചു കുടിക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ മുലക്കണ്ണ് മാത്രം വായിൽ വച്ചുകൊണ്ട് കുഞ്ഞ് പാല് വലിച്ചു കുടിച്ചാൽ അമ്മയ്ക്ക് ബ്രസ്റ്റിന് വേദന വരാനും മുലക്കണ്ണ് വിണ്ടു കീറാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. കുഞ്ഞിന് ആവശ്യത്തിന് പാല് കിട്ടിയോ എന്നറിയാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, വയറ് നിറച്ച് പാല് കുടിച്ച ഒരു കുഞ്ഞ് ഏറ്റവും ചുരുങ്ങിയത് 2 മുതൽ 3 മണിക്കൂർ വരെ സുഖമായി ഉറങ്ങും. അതുപോലെ 5 മുതൽ 6 പ്രാവശ്യം വരെ മൂത്രമൊഴിക്കും. 1-2 പ്രാവശ്യം വയറ്റിൽ നിന്ന് പോവുകയും ചെയ്യും. ഏതൊരു കുഞ്ഞിലും പ്രസവ സമയത്തുള്ള തൂക്കം 2 ദിവസം കഴിയുമ്പോൾ കുറയും. എന്നാൽ നന്നായി പാല് കിട്ടുന്ന ഒരു കുഞ്ഞാണെങ്കിൽ അധികം വൈകാതെ പ്രസവ സമയത്തുണ്ടായിരുന്ന തൂക്കം കുഞ്ഞുങ്ങൾക്ക് തിരിച്ചു കിട്ടും. മുലപ്പാൽ കുടിക്കുന്നത് കൊണ്ട് കുഞ്ഞിനും മുല കൊടുക്കുന്നത് കൊണ്ട് അമ്മയ്ക്കും ധാരാളം ഗുണങ്ങളുണ്ട്. കുഞ്ഞുങ്ങൾക്ക് മുല കുടിക്കുന്നത് കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണ് ഉള്ളതെന്ന് നോക്കാം. ഒരു കുട്ടിക്ക് ആവശ്യമായ എല്ലാ പോഷക ഘടകങ്ങളും അടങ്ങിയതാണ് മുലപ്പാൽ. ഒരു കുഞ്ഞിൻ്റെ ഉത്തമമായ ഭക്ഷണം ആ കുഞ്ഞിൻ്റെ അമ്മയിൽ നിന്ന് കിട്ടുന്ന മുലപ്പാൽ തന്നെയാണ്. കുഞ്ഞിനാവശ്യമായ ജലാംശം, വിറ്റാമിൻ, പ്രോട്ടീൻ, അന്നജം അതായത് കാർബോഹൈഡ്രേറ്റ് എന്നിവയെല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതിനാൽ മുലപ്പാലിന് പകരം വയ്ക്കാൻ മറ്റൊന്നില്ല. കുഞ്ഞിന് രോഗപ്രതിരോധ ശേഷിക്ക് ആവശ്യമായ വെളുത്ത രക്താണുക്കൾ, ആൻറ്റിബോഡികൾ തുടങ്ങിയ പദാർത്ഥങ്ങളെല്ലാം മുലപ്പാലിൽ അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, വയറിളക്ക രോഗങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം മുലപ്പാൽ കുഞ്ഞിനെ സംരക്ഷിക്കുന്നു. അതുപോലെ ആദ്യം കിട്ടുന്ന കൊളസ്ട്രം കുഞ്ഞിൻ്റെ ആദ്യത്തെ വാക്സിനാണ്. മുലപ്പാലിൻ്റെ മറ്റൊരു പ്രത്യേകത ഒരു കുഞ്ഞിന് ആവശ്യമായ ഊഷ്മാവിൽ ആ കുട്ടിക്ക് അത് ലഭ്യമാവുന്നു എന്നുള്ളതാണ്. അതുപോലെ 6 മാസം വരെ മുലപ്പാൽ മാത്രം കുടിക്കുകയും 2 വയസ്സ് വരെയെങ്കിലും മുലപ്പാൽ കുടിക്കുകയും ചെയ്യുന്ന ഒരു കുട്ടിക്ക് കുടിക്കാത്ത കുട്ടികളെ അപേക്ഷിച്ച് 6 മുതൽ 8 വരെ IQ കൂടുതലായിരിക്കും. എന്ന് വെച്ചാൽ അവരുടെ ബുദ്ധിശക്തി വളരാൻ ഇത് സഹായിക്കുന്നു എന്നർത്ഥം. ഇനി കുഞ്ഞിന് മുലയൂട്ടുന്നത് കൊണ്ട് അമ്മയ്ക്കുണ്ടാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രസവശേഷം സ്ത്രീകളിലുണ്ടാവുന്ന രക്തസ്രവത്തിൻ്റെ അളവ് കുറയാൻ ഇത് സഹായിക്കുന്നു. അടിക്കടി ഉണ്ടാവുന്ന ഗർഭധാരണത്തെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്താൻ മുലയൂട്ടലിന് കഴിയുന്നു. അതുപോലെ സ്തന അർബുദം, അണ്ഡാശയ അർബുദം എന്നിവയെ തടയാൻ ഒരു പരിധിവരെ മുലയൂട്ടൽ സഹായിക്കുന്നു. ഒപ്പം പ്രസവശേഷം ഉണ്ടാവുന്ന അമിതവണ്ണം തടയുന്നു. തൻ്റെ കുഞ്ഞിന് ഏറ്റവും എളുപ്പത്തിൽ ഏതു സമയത്തും കൊടുക്കാൻ കഴിയുന്ന ഭക്ഷണം എന്നുള്ളതാണ് മുലപ്പാലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. പ്രസവിച്ച സ്ത്രീകളിൽ ആദ്യ ദിവസങ്ങളിൽ മുലപ്പാൽ കുറവായിരിക്കും. 2-3 ദിവസം കൊണ്ട് മാത്രമേ പാൽ ഉൽപാദനം കൂടുകയുള്ളൂ. സ്തനത്തിൻ്റെ വലുപ്പമോ പാൽ ഉൽപാദനവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പാൽ വരുന്നത് അത് ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികളിൽ നിന്നാണ്. അതുപോലെ മുലയൂട്ടുന്ന അമ്മമാർ നന്നായി ഭക്ഷണം കഴിക്കണം. ദിവസത്തിൽ ഏറ്റവും ചുരുങ്ങിയത് 5 പ്രാവശ്യമെങ്കിലും ഭക്ഷണം കഴിക്കണം എന്നാണ് പറയാറ്. ഇതിൽ പഴവർഗ്ഗങ്ങൾ, പാല്, മുട്ട തുടങ്ങിയ എല്ലാ ഉൽപ്പന്നങ്ങളും ഉൾപ്പെടുത്തേണ്ടതാണ്. അതുപോലെ അമ്മയ്ക്ക് പ്രസവാനന്തരം നല്ല വിശ്രമം ആവശ്യമാണ്. ഒപ്പം കുട്ടിയോടൊത്ത് കളിക്കാൻ സമയം കണ്ടെത്തുകയും വേണം. അതുകൊണ്ട് തന്നെ ആദ്യ മാസങ്ങളിൽ സന്ദർശകർ കുറയുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ
അമ്മയുടെ മാനസിക പിരിമുറുക്കം മുലപ്പാൽ കുറയാനുള്ള ഒരു പ്രധാന കാരണമാണ്. ഇനി ജോലിക്ക് പോകുന്ന സ്ത്രീകളാണെങ്കിൽ മുലപ്പാൽ പിഴിഞ്ഞെടുത്ത് സൂക്ഷിക്കുന്നത് ഏറ്റവും നല്ലതാണ്. സാധാരണ ഊഷ്മാവിൽ 4 മണിക്കൂർ വരെ മുലപ്പാൽ സൂക്ഷിക്കാവുന്നതാണ്. ഇനി ഫ്രിഡ്ജിൽ ആണെങ്കിൽ 1 ദിവസം വരെ സൂക്ഷിക്കാം. സാധാരണ ഊഷ്മാവിൽ വയ്ക്കുന്ന മുലപ്പാൽ അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. എന്നാൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന മുലപ്പാൽ ഒരിക്കലും അവിടെ നിന്ന് എടുത്ത ഉടനെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല. ഫ്രിഡ്ജിൽ നിന്ന് ആവശ്യമായ പാല് മാത്രം എടുത്ത് പുറത്ത് വെച്ച് സാധാരണ ഊഷ്മാവിലേക്ക് വന്നതിന് ശേഷം മാത്രമേ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവൂ. അമ്മയുടെ പാല് ചൂടാക്കി ഒരിക്കലും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കരുത്. അതുപോലെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച മുലപ്പാൽ മുഴുവൻ എടുത്ത് പുറത്ത് വെച്ച് സാധാരണ ഊഷ്മാവിലേക്ക് വന്ന് അതിൽ നിന്ന് ആവശ്യത്തിനെടുത്ത് വീണ്ടും ബാക്കിയെടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് ആവശ്യമുള്ള പാല് മാത്രം ഫ്രിഡ്ജിൽ നിന്നെടുത്ത് സാധാരണ ഊഷ്മാവിലേക്ക് വന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അടുത്ത ക്ലാസ്സുമായി ഉടനെ വരാം.